നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അനു എന്ന 26-കാരിയുടെ ഒരു നിലവിളി പോലും ഈ ലോകം കേട്ടില്ല. അവളെ മൃഗീയമായി കൊന്ന് അവൻ തോട്ടിൽ ചവിട്ടിത്താഴ്ത്തി. 57 കേസുകളിലെ പ്രതി, ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊലപാതകം. മുജീബ് റഹ്മാൻ എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഇത്തരം കൊടും ക്രിമിനലുകൾ ധാരാളം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിലസി നടക്കുന്നു. 3.5 വർഷം മുമ്പ് കോഴിക്കോട് മുക്കത്ത് ഒരു വയോധികയെ ഓട്ടോറിക്ഷയിൽ കയറ്റി പീഡിപ്പിച്ചു കൊന്ന നരാധമൻ. കൊണ്ടോട്ടി സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെയുള്ളത് 13 കേസുകൾ, നിരവധി മോഷണ കേസുകൾ. 5 മാസം മുമ്പ് ആക്രിക്കടയിലെ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒടുവിൽ അറസ്റ്റിലാകുന്നു. പിന്നീട് ജയിലിലും. ജാമ്യത്തിലിറങ്ങി കേരളം നടുക്കുന്ന ഒരു കൊലപാതകമാണ് അയാൾ നടത്തിയത്. മുജീബ് റഹ്മാന്റെ പ്രായം 48. 20-ാം വയസ്സിൽ ഇയാളൊരു കൊലക്കേസിൽ പ്രതിയാകുന്നു. തിരൂരിലെ ജുവല്ലറി ഉടമയായ ഗണപതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മുജീബ് റഹ്മാൻ തന്റെ 20-ാം വയസ്സിൽ അറസ്റ്റിലാകുന്നത്, പിന്നീട് ജയിലിലും. എന്നാൽ ഈ കേസിൽ കോടതി ഇയാളെ വിട്ടയച്ചു. പിന്നീട് ഇയാൾ നടത്തിയത് മോഷണം, ബലാത്സംഗമടക്കം 57 കേസുകൾ. കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയായി മോഷണത്തിനിറങ്ങി. മറ്റുള്ളവരെ കൊല്ലാനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും ഒരു മടിയുമില്ലാത്തവൻ. പല ക്രൂരകൃത്യങ്ങളും സ്റ്റേഷനിൽ പോലും ഒരു പരാതിയായി എത്തിയില്ല. സ്ത്രീകളെ ആക്രമിച്ച് ആഭരണങ്ങൾ കവരുന്നതിലൂടെ മുജീബ് റഹ്മാൻ കുപ്രസിദ്ധനായി. 2020 ജൂലൈ 2 രാവിലെ കോഴിക്കോട് മുക്കത്ത് ഒരു 65-കാരി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട വാർത്ത. രാവിലെ പതിവ് പോലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ ഹോട്ടൽ ജീവനക്കാരിയെയാണ് ഓട്ടോയിലെത്തിയ പ്രതി അതിക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഈ 65-കാരി വയോധിക മുജീബ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുന്നു. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ മുജീബ് ഓട്ടോറിക്ഷ കേടായി എന്നഭിനയിച്ചു. യാത്രക്കിടയിൽ വയോധിക ധരിച്ചിരുന്ന മാലയും കമ്മലുമൊക്കെ മുജീബ് റഹ്മാൻ ശ്രദ്ധിച്ചു. തിരക്കില്ലെങ്കിൽ വാഹനം ശരിയാക്കിയതിനു ശേഷം ഓമശ്ശേരിയിലെത്തിക്കാം എന്ന് വയോധികയോട് ഇയാൾ പറഞ്ഞു. ഈ സമയത്ത് ഓട്ടോറിക്ഷയുടെ ഇരുവശത്തെയും കർട്ടനുകൾ താഴ്ത്ത നിലയിലും. ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി ഇയാൾ വയോധിക ഇരിക്കുന്ന ഭാഗത്തെത്തി. പിന്നീട് വയോധികയെ ക്രൂരമായി ആക്രമിച്ചു. നൊടിയിടയ്ക്കുള്ളിൽ വയോധിക ബോധരഹിതയായി. പിന്നെ ഓട്ടോ ആളൊഴിഞ്ഞ ഒരു പറമ്പിലെത്തിച്ചു. അവിടെ വെച്ച് വയോധികയെ അതിക്രൂരമായി ഇയാൾ ബലാത്സംഗം ചെയ്തു. പിന്നീട് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി വയോധികയെ അവിടെ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളഞ്ഞു. റോഡരികിലെ ഓവുചാലിൽ 65-കാരിയുടെ മൃതദേഹമാണ് പിന്നീട് നാട്ടുകാർ കണ്ടത്. റോഡരികിലെ ഓവുചാലിൽ ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗത്തിനിരയായ ഒരു വയോധികയെ നാട്ടുകാർ കാണുന്നു. മണിക്കൂറുകളോളം റോഡരികിലെ ഓവുചാലിൽ അവർ ബോധരഹിതയായി കിടന്നു. വയോധികയുടെ കയ്യിലുണ്ടായിരുന്ന പണമടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും ഇയാൾ കൈക്കലാക്കി. ഒപ്പം ആഭരണങ്ങളും ഇയാൾ ദേഹത്ത് നിന്ന് വലിച്ചു പറിച്ചെടുത്തു. സൈഡിലുള്ള ഒരു ഓവുചാലിലേക്ക് വയോധികയെ തള്ളിയിട്ടു. മണിക്കൂറുകളോളം അവരവിടെ ബോധരഹിതയായി കിടന്നു. ഒടുവിൽ ബോധം വീണ്ടെടുത്ത് ഇവർ തന്നെ ചോരയൊലിക്കുന്ന നിലയിൽ വീട്ടിലെത്തി. ഓട്ടോ നിർത്തിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്ന വയോധികയ്ക്ക് ഓർമ്മയില്ല. പിന്നീട് വയോധിക മരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ വയോധിക ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിന്നീട് ശക്തമായ പോലീസ് അന്വേഷണം. സമാന രീതിയിൽ ആക്രമണം നടത്തുന്ന പ്രതികളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഒടുവിൽ മുജീബ് റഹ്മാന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ആക്രമണത്തിനിരയായ വയോധിക ഇയാളെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് ഓമശ്ശേരിയിൽ നിന്ന് ഇയാളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കേസിൽ 60 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ടും ഇത്തരം കൊടും കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കുന്നു. സംശയത്തിന്റെ ഒരു നേരിയ പഴുത്. ആ പഴുതിലൂടെ പലപ്പോഴും കൊടും കുറ്റവാളികൾ നിയമത്തിന്റെ പഴുതുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ച നമ്മുടെ സമൂഹത്തിലേക്ക് ഈ കൊടും ഭീകരർ തിരിച്ചെത്തുന്നു. വീണ്ടും ഇരയെ പാർത്ത് അവർ നമുക്കിടയിൽ ജീവിക്കുന്നു. ഏറെ സൂക്ഷ്മത പുലർത്തിയില്ല എങ്കിൽ അനുവിന് സംഭവിച്ച ദുരന്തം ആർക്കും സംഭവിക്കാം. സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തുന്നതിൽ കുപ്രസിദ്ധനാണ് മുജീബ് റഹ്മാൻ. മുക്കത്ത് വയോധികയെ ആക്രമിച്ച് കവർച്ച നടത്തിയതാണെങ്കിൽ മുസ്ലിയാരങ്ങാടിയിൽ വീടിനുള്ളിൽ കയറി സ്ത്രീയെ ആക്രമിച്ച് ഇയാൾ മോഷണം നടത്തി. ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ടും ഇയാൾക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു? എന്തുകൊണ്ട് നമ്മുടെ കോടതികൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നില്ല? എന്തുകൊണ്ട് ഭരണം ഇത്തരം കൊടും ഭീകരരെ നമുക്കിടയിലേക്ക് ഇറക്കി വിടുന്നു? എന്തുകൊണ്ട് അവരെ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നില്ല?
അതുകൊണ്ടല്ലേ അനുവെന്ന യുവതി ഇയാളുടെ ബൈക്കിൽ ഒരു ലിഫ്റ്റ് തേടിയത്. കേസുകളിൽ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിരുന്നു മുജീബെങ്കിൽ യുവതിയുടെ ജീവൻ ഒരിക്കലും ഈ സമൂഹത്തിന് നഷ്ടപ്പെടില്ലായിരുന്നു. അവരുടെ കുടുംബത്തിന് ഇപ്പോഴും അനുവെന്ന യുവതി അവിടെ ഉണ്ടാകുമായിരുന്നു. ആശുപത്രിയിലേക്ക് പോകാൻ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി കാൽനടയായി യാത്ര ചെയ്യുകയായിരുന്നു അനുവെന്ന യുവതി. ഇരിങ്ങണ്ണൂരിൽ നിന്ന് ആശുപത്രിയിൽ പോകാനായി കാറിൽ വരികയായിരുന്നു അവരുടെ ഭർത്താവ് പ്രജിൽ. എത്രയും പെട്ടെന്ന് പ്രജിലിനടുക്കലെത്തി ആ വാഹനത്തിൽ കയറി ആശുപത്രിയിലെത്തണം. അതിനുവേണ്ടി അനു വളരെ വേഗത്തിലാണ് നടന്നത്. ഒപ്പം ഭർത്താവിനോട് ഫോണിൽ സംസാരിക്കുന്നത് പിന്നാലെ ബൈക്കിലെത്തിയ മുജീബ് റഹ്മാൻ ശ്രദ്ധിച്ചു. ഞാൻ വേഗം വരാം, എത്രയും പെട്ടെന്ന്. അവർ നടക്കുകയല്ല, ഓടുകയായിരുന്നു. തൊട്ടു പിന്നാലെ ബൈക്കിലെത്തിയ മുജീബ് റഹ്മാൻ യുവതിയുടെ അരികിലെത്തി താൻ മുളിയങ്ങലിൽ ഇറക്കാമെന്ന ഓഫർ അവർക്ക് വെക്കുന്നു. പിന്നീട് ബൈക്കിന്റെ പിന്നിൽ കയറ്റി ഇരുവരും യാത്ര തുടർന്നു. തോടിന്റെ പാലത്തിനടുത്തെത്തിയപ്പോൾ തനിക്ക് മൂത്രശങ്കയെന്ന് പറഞ്ഞ് ബൈക്ക് നിർത്തി. ഇയാൾ പാലത്തിൻ്റെ സൈഡിലേക്ക് മാറി നിന്ന് മൂത്രമൊഴിക്കാൻ ശ്രമിച്ചപ്പോൾ അനു ഇത്തിരി ദൂരെ മാറി നിന്നു. പെട്ടെന്ന് ഇയാൾ അനു ശ്രദ്ധിക്കാതെ അനുവിനരികിലേക്ക് ഓടിയെത്തി. തോട്ടിലേക്ക് അവളെ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. വീഴ്ചയിൽ തന്നെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു. അനുവിനെ വെള്ളത്തിൽ ചവിട്ടിപ്പിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം കൈക്കലാക്കി പാലത്തിനടിയിലേക്ക് അവളെ വലിച്ചു മാറ്റിയിട്ടു. യുവതിയെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം തുടങ്ങി. 12 ഉച്ചയോടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തി. ഒരാൾ മുങ്ങിമരിക്കാനുള്ള വെള്ളമൊന്നും തോട്ടിലുണ്ടായിരുന്നില്ല. CCTVയിൽ ഒരു ചുവന്ന ബൈക്കിൽ സഞ്ചരിക്കുന്ന പ്രതിയുടെ ചിത്രം. ഇതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഇവിടെ കേരള പോലീസിന്റെ മികവ് നമ്മൾ അഭിനന്ദിച്ചേ തീരൂ. മുജീബ് റഹ്മാൻ എന്ന പ്രതി കുടുങ്ങുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സാന്നിധ്യം അതുതന്നെയാണ് ഈ കൊടും ക്രിമിനൽ ഇപ്പോൾ അഴിക്കുള്ളിലാകാനുള്ള കാരണവും. കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് ഒരു മോഷ്ടിച്ച ബൈക്കിലാണ് മുജീബ് വാളൂരിലേക്ക് എത്തിയത്. സംഭവത്തിനു ശേഷം ബൈക്ക് മലപ്പുറം എടവണ്ണപ്പാറ അങ്ങാടിക്കടുത്ത് ഉപേക്ഷിച്ച് ഇയാൾ വീട്ടിലേക്ക് മടങ്ങി. സ്വർണം അബൂബക്കർ മുഖേന കൊണ്ടോട്ടിയിലെ സേട്ടുവിന്റെ കടയിൽ വിൽപ്പന നടത്തി 1,70,000 രൂപയ്ക്ക്. സ്വർണ്ണമാല, മോതിരം, പാദസരം, ബ്രേസ്ലെറ്റ് എന്നിവയാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇവ ഉരുക്കിയ നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തു. പോലീസിന്റെ അന്വേഷണത്തിനിടയിൽ മുജീബാണ് കൊലയാളി എന്ന് ഏറെക്കുറെ അവർ ഉറപ്പിച്ചു. എന്നാൽ ഇക്കാര്യം പോലീസ് പുറത്തുവിട്ടില്ല. കൊണ്ടോട്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് പദ്ധതി തയ്യാറാക്കിയത്. മുജീബിനെതിരെ നിരവധി കേസുകളുള്ളതുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഇടയ്ക്കിടെ വിളിപ്പിക്കുക പതിവാണ്. സംശയം തോന്നാതിരിക്കാൻ സാധാരണ പോലെ സ്റ്റേഷനിലേക്ക് പോലീസ് ഇയാളെ വിളിപ്പിച്ചു. എന്നാൽ സ്റ്റേഷനിൽ ചെല്ലാമെന്ന സമയം കഴിഞ്ഞിട്ടും ഇയാൾ എത്തിയില്ല. വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ. ഇതോടെ സംശയം തോന്നിയ പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് ചെന്നു. മുറിയിൽ അടച്ചിരുന്ന മുജീബിനെ വാതിൽ ചവിട്ടിത്തുറന്ന് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അടുത്ത മുറിയിലേക്ക് ഇയാൾ കടന്നു. രണ്ടാമത്തെ മുറിയുടെ വാതിലും പോലീസ് ചവിട്ടിത്തുറന്നു. കട്ടിലിനടിയിൽ നിന്നാണ് ഇയാളെ തൂക്കിയെടുക്കുന്നത്. ഇതിനിടെ സീനിയർ പോലീസ് ഓഫീസർ CM സുനിൽകുമാറിനെ ജനൽ ചില്ലുകൾ കൊണ്ട് ഇയാൾ കുത്തി മുറിവേൽപ്പിച്ചു. മുജീബ് റഹ്മാനെ പോലീസ് സാഹസികമായി പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മുജീബിനെ ഞായറാഴ്ച രാത്രി കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് നാട്ടിൽ വലിയ വാർത്തയുമാണ്. കൊലപാതകത്തിന് ശേഷം അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിലെത്തി. അനു ബൈക്കിൽ സഞ്ചരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ് മുജീബിനെതിരെ കൃത്യമായ തെളിവ് ലഭിക്കാനുള്ള കാരണം. മുജീബിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കുമ്പോൾ ഒരു പാരയെടുക്ക് എന്നുൾപ്പെടെ ഉദ്യോഗസ്ഥർ പറയുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാം. വാതിൽ പൊളിക്കരുത് സാറേ പ്ലീസ് എന്ന് വീട്ടിലുള്ള ഒരു സ്ത്രീയും പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോലീസ് സർജനെ സ്ഥലത്ത് കൊണ്ടുപോയി പരിശോധിപ്പിച്ച് യുവതിയുടെ ദേഹത്തിലെ പരിക്കുകളിലെ അസ്വാഭാവികത കണ്ടെത്തി. പിന്നീട് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, ഏകദേശം 100ഓളം ദൃശ്യങ്ങളാണ് പോലീസ് കൃത്യമായി പരിശോധിച്ചത്. മട്ടന്നൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫലിന്റെ ബൈക്കാണ് ഇതെന്ന് പെട്ടെന്ന് പോലീസ് മനസ്സിലാക്കി. ബൈക്ക് മോഷണം പോയി എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വാഹനം മോഷ്ടിച്ച് പിടിച്ചുപറി നടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് അന്വേഷണം. അടുത്ത കാലത്ത് മോഷണം നടത്തിയവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മുജീബിനെയും പോലീസ് സംശയിച്ചത്. പേരാമ്പ്ര DYSP ബിജു നേരത്തെ മലപ്പുറത്തുണ്ടായിരുന്ന സമയത്ത് മോഷണ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു കൊടും ക്രിമിനലിന്റെ ബൈക്കിൽ താൻ യാത്ര ചെയ്യുന്നു എന്ന് തിരിച്ചറിയാതെ പോയി അനുവെന്ന യുവതി. ഒരപരിചിതന്റെ ബൈക്കിൽ, അതും ഹെൽമറ്റും ജാക്കറ്റുമൊക്കെ ധരിച്ച് തന്നെ പിന്നാലെ എത്തിയ യുവാവിന്റെ ബൈക്കിൽ
എന്തുറപ്പിലാണ് അനു യാത്ര ചെയ്തത്? അത് അവളുടെ ജീവൻ അപഹരിച്ചു. എത്രയും പെട്ടെന്ന് ഭർത്താവിനരികിലെത്തി ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അനുവിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ കൊടും ക്രിമിനൽ അവളെ നിഷ്ഠൂരമായി വധിച്ചു. ഇത്തരം നിരവധി ക്രിമിനലുകൾ നമുക്കിടയിലുണ്ട് എന്ന് ഓരോ മനുഷ്യരും തിരിച്ചറിയുക. അതുമാത്രമേ ഇവിടെ ജീവിക്കാൻ നമുക്ക് മുൻകരുതലായി എടുക്കാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.